വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്ത്യക്കുമേൽ അമേരിക്ക ചുമത്തിയ 50% അധിക ഇറക്കുമതി തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. തീരുവ പ്രഹരത്തെ ആശങ്കയോടെയാണ് ഇന്ത്യൻ വിപണി കാണുന്നത്. ഏതൊക്കെ ഇന്ത്യൻ വിപണികളെയാകും അമേരിക്കയുടെ ഈ നീക്കം ബാധിക്കുക? വിശദമായി പരിശോധിക്കാം. ആദ്യം ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളിലൊന്ന് ആരോഗ്യമേഖലയിലെ അവശ്യ വസ്തുക്കളാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്ലൗസ്, ബാൻഡേജുകൾ, ഫേസ് മാസ്കുകൾ, സർജിക്കൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യാൻ ഇനി ചിലവേറും. സ്വർണ്ണാഭരണങ്ങൾക്കും കരകൗശല വസ്തുക്കൾക്കും തീരുവ പ്രഹരമേൽക്കും. ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളായ ടാറ്റ മോട്ടോഴ്സിലേതുൾപ്പെടെയുള്ള തൊഴിലാളികൾ ആശങ്കയിലാകും. ഇന്ത്യയെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന വ്യവസായം വസ്ത്രവിപണിയാണ്. ടെക്സ്റ്റൈൽ മേഖലയിൽ മാത്രം $7.7 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തുന്നത്. അമേരിക്കൻ വിപണിയിൽ വലിയ സ്വീകാര്യതയുള്ള ഇഞ്ചി, വെണ്ട, ഉരുളക്കിഴങ്ങ്, മാമ്പഴം ഉൾപ്പെടെയുള്ള കാർഷിക വസ്തുക്കളുടെയും ഇന്ത്യൻ നിർമ്മിത തുകൽ വസ്തുക്കളുടെയും കയറ്റുമതിയെ തീരുവ ബാധിക്കും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളാണ് പിന്നീട് ബാധിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച് കയറ്റി അയക്കുന്ന ഐഫോൺ ഉൾപ്പെടെയുള്ള മൊബൈൽ ഫോണുകൾ, ക്യാമറകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. റിസർച്ച് ഡെസ്ക് 24. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ കോളിന് മറുപടി നൽകാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളുമായി വ്യാപാര തർക്കം വർദ്ധിച്ചു വരുന്നതിനിടെ നരേന്ദ്രമോദി കോളുകൾ നിരസിച്ചതായി ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ഡൽഹിയിൽ നിന്ന് വിനീത വിജിയുമാണ് ചേരുന്നത്. ആദ്യം മധു കൊട്ടാരക്കരയിലേക്കാണ്. മധു, ഈ അധിക നികുതി അത് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞോ? ഇക്കാര്യത്തിലൊരു പുനർവിചിന്തനം ഉണ്ടാകുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ മധു? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, സ്മിത. ഇന്നിപ്പോൾ അമേരിക്കയിലെ ചൊവ്വാഴ്ച രാത്രിയാണ്, ഇന്ന് അർദ്ധരാത്രിയോട് കൂടിയായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരാനിരിക്കുന്നത്. ഇന്ത്യക്ക് മേലുള്ള അധിക തീരുവകൾ വൈകിപ്പിക്കുവാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യാതൊരു പദ്ധതിയും ഇല്ലെന്നാണ് വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ തീരുവ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം US ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ഇന്ത്യയെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. ഇത് വൈറ്റ് ഹൗസ് കൂടുതൽ തീരുവകൾ ഏർപ്പെടുത്തുവാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള സൂചനകൾ നൽകുന്നു. ഇതോടെ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയിൽ എത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ഗണ്യമായ കുറവ് വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഏകദേശം 40% കുറയുമ്പോൾ കഴിഞ്ഞ വർഷം $87 ബില്യൺ കയറ്റുമതിയിൽ നിന്ന് 49.6 ബില്യണിലേക്ക് താഴുമെന്നാണ് ഇത് സംബന്ധിച്ചുള്ള ഗവേഷണ പഠന കേന്ദ്രങ്ങളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 30% ഉൽപ്പന്നങ്ങൾ ഡ്യൂട്ടി ഫ്രീ ആയത് കാരണം ഈ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ബാധകമല്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഈ ഡ്യൂട്ടി ഫ്രീ കാറ്റഗറിയിൽ ഉൾപ്പെടും. അതുപോലെ ഓട്ടോ പാർട്സിന് 25% മാത്രമായിരിക്കും തീരുവ. സമുദ്ര ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, രത്നങ്ങൾ, കാർപ്പറ്റ്, ഫർണിച്ചർ തുടങ്ങിയ മേഖലയെ ഈ പുതിയ തീരുവ 50% തീരുവ സാരമായി ബാധിക്കും. ഈ മേഖലയിൽ കുറഞ്ഞ താരിഫിൽ അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ബംഗ്ലാദേശ്, കംബോഡിയ, പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഈ അവസരം പരമാവധി മുതലെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം 25% തീരുവ ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപ് തുടർന്ന് 25% പെനാൽറ്റി രൂപത്തിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയത്. റഷ്യൻ എണ്ണ ഇന്ത്യ വലിയ തോതിൽ വാങ്ങുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഇത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്നങ്ങളിൽ 48% അമേരിക്കയിലേക്കാണ് എത്തുന്നത്. അതുപോലെ ഭവനങ്ങളിലേക്കുള്ള തുണിത്തരങ്ങൾ ഇന്ത്യയിൽ നിന്ന് 60% US-ലേക്കും, അതുപോലെ കാർപ്പറ്റ് 50% ഇന്ത്യയിൽ നിന്ന് US-ലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. സ്മിത, ഉന്മേഷ്, കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിലെ അടുത്ത അംബാസഡറായി സെർജിയോ ഗോറിനെ നിയമിച്ചപ്പോൾ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന്റെ ഒരു സൂചനയാണെന്ന് ട്രംപുമായി ബന്ധമുള്ള ചിലർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത് മങ്ങുകയാണ്. സ്മിത, ഉന്മേഷ്. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഒപ്പം വിനിത വിജി കൂടി ചേരുന്നുണ്ട് ന്യൂഡൽഹിയിൽ നിന്ന്. വിനിത, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപുമായുള്ള സൗഹൃദം അങ്ങനെ ഒരു വശത്ത് ഉണ്ടെന്ന് പറയുമ്പോഴും അധിക തീരുവയുടെ കാര്യത്തിൽ ഒരു ഇഞ്ച് അണുവിട പിന്നോട്ട് പോയിട്ടില്ല അമേരിക്ക. അതുകൊണ്ട് തന്നെയാണോ ഈ ഫോൺ കോളുകൾ പലവട്ടം ഫോൺ വിളിച്ചിട്ടും നരേന്ദ്രമോദി ട്രംപിന്റെ കോള് നിരസിച്ചു, അല്ലെങ്കിൽ ആ കോൾ എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു വിവരം അത് ജർമ്മൻ പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അക്കാര്യം തള്ളുന്നില്ല വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഒരാൾ പോലും എന്നുള്ളതാണ്.
തീർച്ചയായും സ്മിത തള്ളുന്നില്ല എന്ന് പറയുമ്പോഴും ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുമില്ല. ഒപ്പം തന്നെ യുഎസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥിരീകരണമോ അല്ലെങ്കിൽ യുഎസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളോ ഒന്നും പുറത്തു വരുന്നുമില്ല. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ജർമ്മൻ പത്രമാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയും ട്രംപും തമ്മിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പ്രധാനമന്ത്രി പലപ്പോഴും മൈ ഫ്രണ്ട് എന്നാണ് ട്രംപിനെ അഭിസംബോധന ചെയ്തിരുന്നത്. അതിനിടയിലാണ് ഈ തീരുവ ഉണ്ടാവുകയും പിന്നീട് അത് പകര തീരുവയാവുകയും ഒപ്പം തന്നെ അത് വലിയ രീതിയിലേക്കുള്ള ആ സൗഹൃദത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്കുള്ള തലങ്ങളിലേക്ക് മാറിയിരുന്നു. ഇതിനിടയിൽ തന്നെ പ്രധാനമന്ത്രി പലതവണ ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണെങ്കിലും ട്രംപിന്റെ ഭീഷണിക്ക് മുൻപിൽ ഇന്ത്യ വഴങ്ങില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അത്തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ ഇപ്പോൾ ഈ ജർമ്മൻ പത്രം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ കോളുകൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കം വർദ്ധിച്ചു വരുന്നതിനിടെ നരേന്ദ്രമോദി കോളുകൾ നിരസിച്ചതായാണ് ഈ ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് 4 തവണ ട്രംപ് പ്രധാനമന്ത്രിയെ വിളിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ 4 തവണയും അദ്ദേഹം ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വിളിക്കുകയോ ട്രംപുമായി പിന്നീട് അദ്ദേഹം സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ജർമ്മൻ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതാണെങ്കിലും ഇന്നൊരു പക്ഷേ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നേക്കും. നേരത്തെ തന്നെ ഇന്ത്യയുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ളത് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലേക്കുള്ള ഭീഷണികൾക്ക് മുന്നിൽ ഞങ്ങൾ തോറ്റു തരില്ല അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു മാറ്റം ഇതിൽ നമ്മൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികളിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന തരത്തിലുള്ളതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം. ഇതിൽ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 66% കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളെയും ഈ തീരുവ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 50% തീരുവ വർദ്ധിപ്പിച്ചു എന്നുള്ളതൊക്കെ പറയുമ്പോഴും നിലവിലുള്ള സാധനങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഈ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കൊക്കെ നിലവിൽ 9% തീരുവ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. ഈ 9%-ന് പുറമെയാണ് ഈ 50% അധിക തീരുവ എന്നുള്ളതാണ്. അപ്പോൾ ഈ സാധനങ്ങൾക്ക് 59% തീരുവയാണ് നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ നൽകേണ്ടി വരിക. ഇത് ഈ വസ്ത്രങ്ങൾക്ക് മാത്രമാണ്. ഇത് കൂടാതെ തന്നെ മറ്റ് എല്ലാ സാധനങ്ങൾക്കും നിലവിൽ ചുമത്തിയിരിക്കുന്ന തീരുവയ്ക്ക് പുറമെയാണ് ഈ 50% എന്നുള്ളത് തന്നെയാണ്. ഇത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആഭ്യന്തര ഉപഭോഗം കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇന്ത്യ ഇതിനോടകം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ കയറ്റുമതി വ്യവധി വൈവിധ്യവൽക്കരിക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഈ താരിഫ് ഷോക്ക് എന്ന് തന്നെ പറയാം, ഇത് മറികടക്കാനുള്ളൊരു ശ്രമത്തിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളതെന്നാണ് വിദഗ്ധരൊക്കെ, സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ കൂടി ഒരു ശ്രമമാണ് ഈ കേന്ദ്ര സർക്കാർ GST പരിഷ്കരണത്തിന് ഒരുങ്ങുന്നതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഏതാണെങ്കിലും ഇന്ന് മുതൽ ഈ തീരുവ അധിക തീരുവ 50% തീരുവ ബാധകമായി വരികയാണ്. അപ്പോൾ ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കയറ്റുമതി ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഈ സെപ്റ്റംബർ 16-നുള്ളിൽ അത് അമേരിക്കയിലേക്ക് എത്തണം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിനപ്പുറം പോവുകയാണെങ്കിൽ, സെപ്റ്റംബർ 16-ന് അപ്പുറം പോവുകയാണെങ്കിൽ ഈ സാധനങ്ങൾക്കുൾപ്പെടെ 50% തീരുവ ബാധകമാകും. സ്മിത, വിനിത വിജയാണ് വിവരങ്ങളുമായി ന്യൂഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനുമുള്ള സാധ്യതയുണ്ട്. അതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട കല്ലറക്കടവിൽ അച്ചൻകോവിൽ ആറ്റിൽ ഒഴുക്കിൽപ്പെട്ട 2ാമത്തെ വിദ്യാർത്ഥിക്കായി ഇന്നും തെരച്ചിൽ തുടരും. രാവിലെ 7 മണിയോടെ ഫയർഫോഴ്സ് സംഘം തെരച്ചിൽ പുനരാരംഭിക്കും. മാർത്തോമ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി നബീൽ നിസാമിനെയാണ് ഇനി കണ്ടെത്താനുള്ളത്. സഹപാഠി അജ്സൽ അജിയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഓണപരീക്ഷയ്ക്ക് ശേഷം ആറ്റിൽ കുളിക്കാൻ ഇറങ്ങിയ 2 കുട്ടികളാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിൽ ഇന്നലെ രാത്രി ഇടിഞ്ഞ കല്ലും മണ്ണും നീക്കാനുള്ള ശ്രമം രാവിലെ 7 മണിയോടെ ആരംഭിക്കും. പ്രദേശത്ത് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തും. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ലക്കിടിയിലും അടിവാരത്തും വാഹനങ്ങൾ തടയും. വിവരങ്ങളുമായി ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ അടിവാരത്ത് നിന്നും വിവരങ്ങളുമായി ചേരും. ആദ്യം സുർജിത്തിലേക്കാണ്. സുർജിത്ത്, ഈ നിലവിലെ സാഹചര്യം എന്താണ്? ഈ ജിയോളജി വിഭാഗത്തിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ? ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവർ നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ? സുർജിത്ത്,
ഉന്മേഷ, ഇന്നലെ രാത്രി തന്നെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ വ്യക്തമായ കാര്യം, മുകളിൽ അതായത് ഏതാണ്ട് ഒരു 75 മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ഈ പാറകൾ കുത്തിയൊലിച്ച് താഴേക്ക് വന്നിട്ടുള്ളത്. അതായത് ഒരു പാറ അടർന്നു, അതേ തുടർന്ന് അതിന് തുടർച്ചയായി പാറകളുടെ കൂട്ടം താഴേക്ക് അടർന്നു വീഴുകയായിരുന്നു. ഇതൊരു സ്ലേറ്റ് പോലുള്ള പാളികളായിട്ടുള്ള, അതായത് അത്തരത്തിലുള്ള പാറകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് പരന്നു കിടക്കുന്ന പാറകൾ, ആ പാറകളുടെ ഒരു കൂട്ടം ചിതറിത്തെറിച്ച് താഴേക്ക് വരികയായിരുന്നു. മാത്രമല്ല കൂറ്റൻ മരങ്ങളടക്കം കടപുഴകി വീണിട്ടുണ്ട്, ഇതിനൊപ്പം തന്നെ ഇവിടേക്ക് വീണിട്ടുണ്ട്. പക്ഷേ ഈ വ്യൂ പോയിന്റാണിത്. വ്യൂ പോയിന്റ് കൈവരികൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അതായത് റോഡിലേക്ക് പൂർണ്ണമായും മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനുശേഷം ഇവിടെ ഭാഗികമായി ഇന്നലെ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഇന്നലെ 10:00 ഇരുഭാഗത്തെയും വാഹനങ്ങൾ പൂർണ്ണമായും, കോഴിക്കോട് ഭാഗത്തെയും ഒപ്പം തന്നെ വയനാട്ടിലേക്കുള്ള വാഹനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി ചുരം പൂർണ്ണമായും അടയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ജില്ലാ കളക്ടർമാർ നൽകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ നടക്കാൻ പോകുന്നത് ഇതിൽ ഒരു പരിശോധനയാണ്, ഒരു വ്യക്തമായ പരിശോധന. എത്രമാത്രം ഒരു വലിയ രീതിയിലുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്, അത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്ന കാര്യം. അതായത് ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകേണ്ട കാര്യം. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് വലിയ ഉയരത്തിൽ നിന്നാണ് പാറക്കൂട്ടങ്ങൾ പതിച്ച് താഴേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തിയുടെ ഒരു കൃത്യമായ രീതിയിൽ, അത് മാത്രമല്ല ഇനി എത്രത്തോളം സുരക്ഷിതമാണ് ചുരം എന്നത് സംബന്ധിച്ചുള്ള ഒരു രീതിയിലുള്ള ഈ മേഖല എത്രത്തോളം സുരക്ഷിതമാണെന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൂടി വരേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ജിയോളജി വകുപ്പടക്കം ഉള്ളവരുടെ നേതൃത്വത്തിൽ, ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുക. ഈ അന്വേഷണത്തിൽ സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഗോകുൽ കെ വേണുഗോപാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഈ ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്, അടിവാരത്തും ഗതാഗത നിയന്ത്രണം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പരിശോധന നടത്തി അത് കൃത്യമായി കാരണങ്ങൾ കണ്ടെത്തും വരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ്, ഏത് രീതിയിലാണ് ഗതാഗത നിയന്ത്രണമുള്ളത്? സ്മിത, ഉന്മേഷ്, ഈ താമരശ്ശേരി ചുരത്തിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. രണ്ടു ഭാഗത്താണ്. മുകളിൽ ഭാഗത്ത്, അതായത് വയനാട് ഭാഗത്ത് ലക്കിടിയിലും കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങളെ അടിവാരത്തുമാണ് നിരോധിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി തന്നെ ഈ ബ്ലോക്ക് ഉണ്ടായതിനെ തുടർന്ന്, അതായത് മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഇതിനിടയിൽ കുടുങ്ങിയിട്ടുള്ള വാഹനങ്ങളെയൊക്കെ കടത്തിവിടുകയും കയറ്റിവിടുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ രീതിയിൽ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്ന വാഹനങ്ങളെ വഴിതിരിച്ചു വിടുവാൻ വേണ്ടി മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി ഇതറിയാതെയും അല്ലെങ്കിൽ ഈ സമയത്ത് ഇതിലെ കയറി പോകാൻ വന്ന വാഹനങ്ങളൊക്കെ ഈ ഭാഗത്ത്, അടിവാര ഭാഗത്ത് നിരനിരയായി നിർത്തിയിട്ടിട്ടുമുണ്ട്. ഇത്തരത്തിൽ ഈ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ വാഹനങ്ങളെ കടത്തിവിടൂ എന്നാണ് ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളത്. മണ്ണുമാറ്റുക മാത്രമല്ല വേണ്ടത്, അവിടെ മറ്റെന്തെങ്കിലുമൊക്കെ അപകട സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുകയും അത്തരത്തിൽ അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് വാഹനങ്ങളെ കടത്തിവിടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം വന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത്. കാരണം അതുവരെ ഉണ്ടായിരുന്ന വാഹനങ്ങളെയൊക്കെ മുകളിലേക്ക് കടത്തിവിടുകയും മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് പകരം സംവിധാനം എന്ന് പറയുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വയനാടേക്ക് പോകാൻ അത്യാവശ്യമാണെങ്കിൽ അത് കുറ്റ്യാടി ചുരം വഴിയുള്ള പാത ഉപയോഗിക്കുക എന്ന നിർദ്ദേശമായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ടായിരുന്നത്. അവിടെയും വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഇപ്പോൾ നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയ ചരക്ക് വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ആ ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമ്മളിവിടെയുള്ള ചില ഡ്രൈവേഴ്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആ രീതിയിലുള്ള വിവരങ്ങളാണ് നൽകുന്നത്. അതിനാൽ തന്നെ ഈ റോഡ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഈ പാത പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമാക്കിയാൽ മാത്രമേ ഈ വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ സാധിക്കുള്ളൂ. ഇതുപോലെ തന്നെ ലക്കിടി ഭാഗത്തും, അതായത് ഈ മുകൾ ഭാഗത്തും ഇത്തരത്തിൽ ഈ വലിയ വാഹനങ്ങളുടെ, ചരക്ക് വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണ വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾക്ക് ഇവിടെ ചിലതൊക്കെ വരികയും തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരം വാഹനങ്ങൾക്ക് തിരിച്ചു പോകുന്നതിന്, കുറ്റ്യാടിച്ചുരം വഴി പോകുന്നതിന് പ്രയാസമില്ല. പക്ഷേ ഈ വലിയ വാഹനങ്ങൾക്ക് പോകാൻ പ്രയാസമായതിനാൽ തന്നെ ഈ റോഡിലെ ചുരത്തിലെ ബ്ലോക്ക് പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ദൂരങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വാഹനങ്ങളാണ് നിരനിരയായി കിടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഈ മണ്ണ് മാറ്റിയതിനു ശേഷം മറ്റെന്തെങ്കിലും അപകട സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക, വിദഗ്ധ പരിശോധന നടത്തുക. അതിനുശേഷം മാത്രമേ ഈ വാഹനങ്ങളെ എന്തായാലും ഇവിടെ നിന്ന് കയറ്റിവിടുന്നുണ്ടാവുകയുള്ളൂ. സ്മിത, ഉന്മേഷ്. അടിവാരത്ത് നിന്ന് വാഹനങ്ങൾ ഇപ്പോൾ ചുരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഗൂഗിൾക്ക് വേണുഗോപാലാണ് എന്നുള്ള വിവരങ്ങൾ നൽകിയത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വീണ്ടും. സുർജിത്ത്, ഈ എപ്പോഴാണ് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർ എത്തുക? ഇതുമായി ബന്ധപ്പെട്ട് ഈ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുന്ന നടപടികൾക്ക് എപ്പോഴാണ് തുടക്കമാവുക? സുർജിത്ത്,
രാവിലെ 7 മണി മുതൽ തന്നെ പ്രവൃത്തികൾ പുനരാരംഭിക്കുമെന്നുള്ളതാണ് ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. കാരണം ഇതൊരു സാമാന്യം വലിയ രീതിയിലുള്ളൊരു മലയിടിച്ചിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം കൂറ്റൻ പാറകളടക്കം താഴേക്ക് പതിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാറകൾ പൂർണ്ണമായും ഒന്നുകിൽ പൊട്ടിച്ച് ഇവിടെ നിന്നും നീക്കണം. അത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഈ മണ്ണും മരങ്ങളും എല്ലാം തന്നെ നീക്കിയത് ഇവിടെ തൊട്ട് മുകളിലായി PWDയുടെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കാണ് ഇവിടെ നിന്നും ട്രാക്ടറിൽ നീക്കം ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഈ പ്രവൃത്തികൾ പുനരാരംഭിക്കേണ്ടതുണ്ട്. അതായത് കൂറ്റൻ പാറകളുണ്ട്. ആ കൂറ്റൻ പാറകളെ എല്ലാം പൊട്ടിച്ച് ഇവിടെ നിന്നും കൊണ്ടുപോകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതിസന്ധി. അതിന് ഏറെ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്തായാലും ഉച്ചയോടുകൂടി മാത്രമേ പൂർണ്ണതോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ള തരത്തിലുള്ള നിഗമനത്തിലാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഉള്ള ആളുകൾ. എന്തായാലും ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക പരിശോധന വനംവകുപ്പ് നടത്തിയിരുന്നു. വനംവകുപ്പിന്റെ കൽപ്പറ്റ റേഞ്ച് ഓഫീസറായിട്ടുള്ള ഹാഷിഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. 75 മീറ്ററോളം മുകളിൽ നിന്ന്, അതായത് റോഡിൽ നിന്ന് 75 മീറ്ററോളം മുകളിൽ നിന്നാണ് ഇത് പൊട്ടി താഴേക്ക് വന്നത്. പക്ഷേ മുകളിൽ അത്രമാത്രം വലിയ രീതിയിലുള്ള പൊട്ടല്ല, അതൊരു പാറ, ഇരുന്ന ഒരു പാറ, മരത്തിന് താഴെയുള്ള പാറ പൊട്ടി താഴേക്ക് പതിക്കുകയായിരുന്നു. അത് അടുക്കടുക്കായുള്ള പാറക്കൂട്ടങ്ങളാണ് ഈ ചുരത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ പാറകൾ പൂർണ്ണമായും താഴേക്ക് പതിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലായി കാണുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പാറകളുടെ ഒരു ഘടന പരിശോധിക്കുമ്പോൾ അത് ഈ സ്ലേറ്റ് സ്വഭാവത്തിലുള്ള പാറകളാണ്. അതായത് വളരെ പരന്ന പാറകളാണ്, ഉരുളം പാറകളല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഘട്ടം ഘട്ടമായി താഴേക്ക് പതിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു ഗൂഡല്ലൂർ സ്വദേശി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ തന്നെ അദ്ദേഹം ഇവിടെ നിന്നും വിട്ടുപോവുകയാണ്. അദ്ദേഹമാണ് ശരിക്കും ഈ മണ്ണിടിച്ചിലിന് സാക്ഷിയായിട്ടുള്ള ഒരാൾ. അദ്ദേഹം നേരെ വാഹനമെടുത്ത് ഓടിച്ചു പോവുകയായിരുന്നു എന്നുള്ള തരത്തിലാണ്. അദ്ദേഹം ഇത് പൊട്ടലിന് ശേഷം ഇവിടെ ആദ്യം എത്തിയ രക്ഷാപ്രവർത്തകരോട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സാധാരണഗതിയിൽ ഈ അവധി ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം പ്രകടമാകുന്ന പ്രദേശമാണ് ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ ഇത് നടക്കുന്ന ഘട്ടത്തിൽ ആളുകളില്ലാത്തത്, യാത്രക്കാരില്ലാത്തത്, വാഹനങ്ങളില്ലാത്തത് എല്ലാം തന്നെ ആശ്വാസകരമായ കാര്യമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ലായിരുന്നു. അത്തരത്തിൽ ഒരു അപകടത്തിന്റെ ആർക്കും പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റുകയോ ആൾനാശം സംഭവിക്കുകയോ അത്തരം കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഇന്നിപ്പോൾ നടക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ പരിശോധനയാണ്. ചുരത്തിൽ എത്രത്തോളം വാഹനങ്ങൾക്ക് ഗതാഗതത്തിന് ഉപയോഗയോഗ്യമാകാൻ വിധം എത്രത്തോളം ഒരു അവസ്ഥ, അതിന്റെ ഒരു ഫിറ്റ്നസ്, ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന ദൗത്യം ഇന്നും തുടരും, പരിശോധനയും നടക്കും. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. സുർജിത്തിനോട് നമ്മുടെ പ്രേക്ഷകരിൽ ഒരാൾ പറയുന്നുണ്ട്, അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നിൽക്കണം, കാരണം വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ബി സേഫ് സുർജിത്ത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യത്തിൽ നിന്ന് CPIM പിന്നോട്ട്. രാജിക്കാര്യത്തിൽ തീരുമാനം കോൺഗ്രസിന്റെ ധാർമ്മികതയ്ക്ക് വിടുന്നു എന്നതാണ് CPIMന്റെ നിലപാട്. വിഷയത്തിൽ ഇനി ചർച്ചയെ വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ്. അതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ വെല്ലുവിളിയിൽ BJP ക്യാമ്പിലും ആശങ്കയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ CPIMും രാജി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയി. ചില പ്രതികരണങ്ങളും സമരങ്ങളും ഉണ്ടെങ്കിലും തീരുമാനം കോൺഗ്രസിന്റെ ധാർമ്മികതയ്ക്ക് വിടുന്നു. മുകേഷിനെതിരായ വിഷയത്തിൽ കോൺഗ്രസും സമാനമായ നിലപാടായിരുന്നു സ്വീകരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ഉയർന്നു വന്നത് മുതൽ രാജിക്കാര്യത്തിൽ CPIMന് ഒഴുക്കൻ മട്ടായിരുന്നു. മുകേഷിനെ ജനപ്രതിനിധിയായി നിലനിർത്തി രാഹുലിന്റെ MLA സ്ഥാനത്തിനെതിരെ സംസാരിച്ചാൽ തിരിച്ചടിക്കുമെന്ന് വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസ് വിവാദ വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ചു. പാർട്ടിക്കുള്ളിൽ പോലും ഇനി ചർച്ച വേണ്ടെന്നാണ് തീരുമാനം. ഇന്നലത്തെ KPCC നേതൃയോഗത്തിൽ ഇക്കാര്യം സംസാരിക്കാൻ പോലും അനുവദിക്കാത്തതും ഇതിനാലാണ്. മറ്റു പ്രചരണങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നു കഴിഞ്ഞു. അതിനിടെ BJP നേതാക്കൾക്കെതിരെ ഉടൻ വലിയ ആരോപണം വരുമെന്ന VD സതീശന്റെ പ്രതികരണത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ച ആരംഭിച്ചു. പുറമെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും BJP ക്യാമ്പിനുള്ളിലും ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട്. 24 തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കാതിരിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ച എ ഗ്രൂപ്പ്. ഏറെ നാളുകളായി കൈവശം വച്ചിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം നഷ്ടമായാൽ വലിയ ക്ഷീണമുണ്ടാകുമെന്നാണ് എ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. KM അഭിജിത്തിനെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന നിലപാടിലാണ് എ ഗ്രൂപ്പ്. നോമിനികളെ നിർദ്ദേശിക്കേണ്ട എന്ന ആദ്യ തീരുമാനത്തിൽ നിന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ പിന്നോട്ടുപോയി. അധ്യക്ഷ പദവി കൈമോശം വന്നാൽ ക്ഷീണമുണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ ഭാഗമായാണ് KM അഭിജിത്തിനായുള്ള സമ്മർദ്ദം. ഐ ഗ്രൂപ്പ് അബിൻ വർക്കിക്കായി കടുത്ത നിലപാട് തുടരുകയാണ്. OJ ജനീഷിനെയാണ് KC വേണുഗോപാൽ പക്ഷം ഉയർത്തിക്കാണിക്കുന്നത്. ബിനു ചുള്ളിയലിനായി ആദ്യം സമ്മർദ്ദം ചെലുത്തിയെങ്കിലും പിന്നീട് നിലവിലുള്ള ഭാരവാഹികളിൽ നിന്ന് തന്നെ അധ്യക്ഷൻ വരട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ KC വേണുഗോപാലിനുള്ളത്.
തിരുവനന്തപുരം ആര്യനാട് ആത്മഹത്യ ചെയ്ത പഞ്ചായത്ത് അംഗം ശ്രീജയുടെ സംസ്കാരം ഇന്ന് രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം ശ്രീജിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ പോലീസിൽ പരാതി നൽകി. മരണത്തിലെ ദുരൂഹത നീക്കണം എന്നാണ് ആവശ്യം. ശ്രീജിയുടെ സാമ്പത്തിക ഇടപാടുകൾ, ഇവയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നീ കാര്യങ്ങളും അന്വേഷിക്കണമെന്നും പരാതിയിലുണ്ട്. ശ്രീജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പഞ്ചായത്ത് പ്രസിഡന്റടക്കം 4 CPM നേതാക്കൾക്കെതിരെ കേസെടുക്കാമെന്ന പോലീസിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം ഇന്ന് 200ാം ദിവസത്തിൽ. സമീപകാല കേരള ചരിത്രത്തിൽ ഇത്രയും ദിവസങ്ങൾ പിന്നിടുകയും ചർച്ചയാവുകയും ചെയ്ത മറ്റൊരു സമരവും ഉണ്ടായിട്ടില്ല. സമരം തുടങ്ങിയപ്പോൾ ഉയർത്തിയ ചില ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉയർത്തി ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. 2025 ഫെബ്രുവരി 10 കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സമരം ആരംഭിക്കുന്നു. നിരവധി സമരങ്ങൾ കണ്ട സെക്രട്ടേറിയറ്റ് പരിസരത്ത് കുറച്ച് സ്ത്രീകൾ നടത്തുന്ന സാധാരണ സമരം, അതുമാത്രമായിരുന്നു വിശേഷണം. ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടുപോകില്ലെന്ന് സമരക്കാർ പോലും കരുതിയ പ്രതിഷേധം. വളരെ എളുപ്പത്തിൽ ഏതൊരു ഗവൺമെൻറ്റിനും ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് കൂടിപ്പോയാൽ ഏറിപ്പോയാൽ ഒരു 4 ദിവസം ഇത്രമാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്ത് പറയാൻ, ഇന്നിപ്പോൾ 200ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓണറേറിയ വർധന, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയവയായിരുന്നു ആവശ്യം. മന്ത്രിയുടെ ഓഫീസിൽ ചർച്ച നടത്തിയിട്ടും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല. സമരം കടുപ്പിക്കാനായി പിന്നെ തീരുമാനം. ഫെബ്രുവരി 15 നടന്ന കുടുംബസംഗമം സമരത്തിനെ പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിച്ചു. ഫെബ്രുവരി 20 സെക്രട്ടേറിയറ്റ് പരിസരം നിശ്ചലമാക്കിയ ആശമാരുടെ മഹാസംഗമമാണ് സമരത്തിന് മറ്റൊരു മാനം സമ്മാനിച്ചത്. പിന്നാലെ നിയമസഭാ മാർച്ചും വനിതാ സംഗമവും സെക്രട്ടേറിയറ്റ് ഉപരോധവും നിരാഹാര സമരവും കൂട്ട ഉപവാസവും മുടിമുറിക്കൽ സമരവും രാപ്പകൽ സമരയാത്രയുമടക്കം പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഇതിനിടയിൽ സമരക്കാർക്കു നേരെ ആക്ഷേപങ്ങളുടെ പെരുമഴയെത്തി. മഴയത്ത് നനയാതിരിക്കാൻ വലിച്ചുകെട്ടിയ ടാർപ്പഴിപ്പിച്ച പോലീസ് നടപടി ഉൾപ്പെടെ പലതു കണ്ടു. ഞങ്ങൾ അവഹേളനങ്ങളൊക്കെ വളരെ പുഞ്ചിരിയോടുകൂടി നേരിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവഹേളിച്ച ആളുകളുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങളായി അത് മാറുകയാണ് ഉണ്ടായത്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും കലവറയില്ലാത്ത പിന്തുണ സമരത്തിന് ലഭിച്ചു. ഇതിനിടയിൽ പല സമരാവശ്യങ്ങളും സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. ഓണറേറിയ വർധന ഉൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല. പൂർണ്ണ വിജയം കാണുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് ആശാ വർക്കേഴ്സ്. അരവർഷത്തിലധികം പിന്നിട്ടൊരു സമരകാലം തുടരുകയാണ്. അധികാര സ്ഥിരാകേന്ദ്രത്തിന് മൂക്കിനു താഴെ ഈ പെൺവീര്യം 200 ദിവസങ്ങൾക്കപ്പുറവും മുന്നോട്ടു തന്നെയാണ്. ക്യാമറാമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. ഭൂപതിവ് നിയമ ഭേദഗതി സംബന്ധിച്ച ചട്ടങ്ങൾക്ക് ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകും. വിഷയം കഴിഞ്ഞ മന്ത്രിസഭ പരിഗണിച്ചിരുന്നുവെങ്കിലും മന്ത്രിമാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതോടെ ഈ ആഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു. പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്രമവൽക്കരിച്ച് നൽകുന്നതിന് വേണ്ടിയാണ് പുതിയ ചട്ടം കൊണ്ടുവന്നത്. സർക്കാരിനെ കൂടുതൽ ജനകീയമാക്കുക ലക്ഷ്യമിട്ട് കൊണ്ടുവരുന്ന പുതിയ സംവിധാനവും ഇന്നത്തെ മന്ത്രിസഭ തീരുമാനിക്കും. കുറ്റവിമുക്തനാക്കിയ നടപടി റദ്ദു ചെയ്ത വിജിലൻസ് കോടതി വിധിക്കെതിരെ ADGP MR അജിത് കുമാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സ്റ്റേ വേണമെന്നാണ് MR അജിത് കുമാറിന്റെ ആവശ്യം. ചട്ടങ്ങൾ പാലിക്കാതെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്ന് ഇന്നലെ ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതിൽ വിജിലൻസ് ഇന്ന് വിശദീകരണം നൽകും. നിലമ്പൂർ മുൻ MLA PV അൻവർ ഹർജിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. 2021 മുതൽ 2023 വരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിശദമായ വാദം കേട്ടിരുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നും ഹൈക്കോടതി ചോദ്യമുന്നയിച്ചിരുന്നു. തന്നെ ഒരു സംഘം ആളുകൾ കുടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വേടൻ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വേടനെതിരെ ലൈംഗിക അതിക്രമത്തിന് എറണാകുളം സെൻട്രൽ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് വിധി പറയുക. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. വിതുരയിലെ ജനവാസ മേഖലയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടുപോത്ത് ചത്തു. വിരണ്ടോടുന്നതിനിടെ വീണ് പോത്തിന് ഗുരുതര പരിക്കേറ്റിരുന്നു. പേപ്പാറ വനമേഖലയിലാണ് കാട്ടുപോത്തിനെ തുറന്നുവിട്ടിരുന്നത്. മനീഷ് മഹിപാലാണ് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മനീഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മനീഷ്? ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് വനമേഖലയിൽ നിന്ന് വിതുരയിലെ ജനവാസ മേഖലയിലേക്ക്
കാട്ടുപോത്ത് എത്തിയത്. അങ്ങനെ കാട്ടുപോത്തിനെ ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് മയക്ക് വെടിവെച്ച് ഈ കാട്ടുപോത്തിനെ പിടികൂടിയ ശേഷം പേപ്പാറ മേഖലയിൽ കാട്ടുപോത്തിനെ വിട്ടത്. ഇതിനിടയിലാണ് കാട്ടുപോത്തിനെ ചത്ത നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. വിരണ്ടോടുന്നതിനിടെ ഈ കാട്ടുപോത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അങ്ങനെ ഈ ജനവാസ മേഖല ഇറങ്ങിയ സമയത്ത് നാട്ടുകാർ പലരും ഓടിക്കൂടിയ സമയത്താണ് ഇത് വിരണ്ടോടുകയായിരുന്നു. അങ്ങനെ വിരണ്ടോടുന്ന സമയത്ത് ഇതിന് ഗുരുതരമായ വീഴ്ചയിലൊക്കെ തന്നെ പരിക്കേറ്റിരുന്നു. അങ്ങനെ പിന്നീട് ഇതിനെ മയക്ക് വെടിവെച്ച് പിടികൂടി. പക്ഷെ ആ പരിക്കുകൾ അത്ര സാരമുള്ളതല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പിന്നീട് ഇതിനെ വനമേഖലയിലോട്ട് ഇതിനെ തുറന്നു വിട്ടത്. പിന്നീടാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെയാണ് ഇതിന് മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇതിനെ ചത്തതിനെ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ പോസ്റ്റ്മോർട്ടം ലഭിച്ച ശേഷം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ എന്താണ് ഇതിന്റെ മരണ കാരണം, ഈ കാട്ടുപോത്തിനെ മരണത്തിന്റെ കാരണം എന്താണെന്നുള്ള കാരണം മനസ്സിലാവുകയുള്ളൂ എന്നാണ് നിലവിൽ DFO അറിയിക്കുന്നത്. ഉന്മേഷ്. മനീഷ് മഹിബാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി അറിയിപ്പുകൾ. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ തിരുവോണോത്സവത്തിന് തുടക്കമായി. ഇന്ന് പുലിയന്നൂർ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. സെപ്റ്റംബർ 5 തിരുവോണ ദിനത്തിൽ രാവിലെ മഹാബലിയെ എതിരേൽക്കും. കേരള MES സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സയൻസ് ഫെയർ സംഘടിപ്പിക്കുന്നു. ഇന്ന് പുത്തനത്താണി സീനിയർ സെക്കൻഡറി MES സെൻട്രൽ സ്കൂളിലാണ് സയൻസ് ഫെയർ. ഇന്ന് ഗണപതി ക്ഷേത്രങ്ങളിൽ വിനായക ചതുർത്ഥി ആചരിക്കും. പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, പമ്പ ഗണപതി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ചടങ്ങുകൾ നടക്കും. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ചാവടിയിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞിരംകുളം ITIയിലെ പ്ലംബർ ട്രേഡിൽ പട്ടികജാതി വിഭാഗത്തിൽ സീറ്റ് ഒഴിവുള്ളതിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഉടൻ ബന്ധപ്പെടുക. കോഴിക്കോട് മുക്കം ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ HCT ഉറുദു ഇംഗ്ലീഷ് തസ്തികകളിൽ ഒഴിവ്. കൂടിക്കാഴ്ച ഇന്ന് രാവിലെ 10 മണിക്ക്. ഇനി അന്തർദേശീയ വാർത്തകളിലേക്കാണ്. വാർത്താലോകം. സമൂഹമാധ്യമങ്ങളുടെ ദുരുപയോഗത്തിനും മോശമുള്ളടക്കം പ്രചരിപ്പിച്ചതിനും ഒരു കൂട്ടം സമൂഹമാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി UAE. നാഷണൽ മീഡിയ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. സമൂഹ മാധ്യമങ്ങളിലെ ഉപയോഗത്തിൽ ജാഗ്രത വേണമെന്ന് അധികൃതർ വീണ്ടും മുന്നറിയിപ്പ് നൽകി. ദുബൈയിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ UAE മീഡിയ ഓഫീസ് സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ഇവിടെയുള്ള താമസക്കാർക്കും അതോടൊപ്പം തന്നെ പൗരന്മാർക്കും കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ മാന്യമായിട്ടുള്ള പെരുമാറ്റം ഉറപ്പാക്കുകയും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അധികൃതർ അന്ന് ഒരു കർശന നടപടി സ്വീകരിക്കും എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അതായത് രാജ്യത്തുള്ള സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ രാജ്യത്തിൻ്റെ ദേശീയ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും അത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ മാന്യമല്ലാത്ത ഉള്ളടക്കം കണ്ടെത്താൻ പരിശോധന വ്യാപകമാക്കുമെന്നുമാണ് അധികൃതർ അന്ന് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതോടൊപ്പം ഇത്തരത്തിൽ അപകീർത്തികരമോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ നടപടി ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഔദ്യോഗിക ചാനലുകളുടെ വിവരം അറിയിക്കണമെന്നും ദേശീയ മീഡിയ ഓഫീസ് അന്ന് തന്നെ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് വ്യാപകമായ പരിശോധനയാണ് ഇവിടെ നടന്നത്. ഈ പരിശോധനയുടെ വിവരങ്ങളാണ് ഇപ്പോൾ മീഡിയ ഓഫീസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സമൂഹ മാധ്യമങ്ങളിലെ ഈ നിയമങ്ങൾക്ക് വിരുദ്ധമായി മാന്യമല്ലാതെ പ്രവർത്തിച്ച അത്തരം ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് കൂട്ടുനിന്ന അല്ലെങ്കിൽ അത്തരം ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ച ഒരു കൂട്ടം സമൂഹ മാധ്യമ ഉപഭോക്താക്കൾക്കെതിരെ നിയമ നടപടികളിലേക്ക് കടക്കുകയാണെന്നും അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ വിവരങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. ഇവരെ ഉടൻ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും ഈ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുമാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഓരോരുത്തരുടെയും വാക്കുകൾ മനുഷ്യരെ പരസ്പരം അടുപ്പിക്കാനുള്ള ഒരു പാലമാക്കി മാറ്റണമെന്നും അല്ലാതെ ഇത് ആക്രമണത്തിനുള്ള ഒരു ഉപകരണമാക്കരുതെന്നുമാണ് ഇവരെ പങ്കുവച്ചുകൊണ്ട് നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ തന്നെ കഴിഞ്ഞ ദിവസം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിൽ മോശം
മോശം പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഈ മോശം കണ്ടന്റുകൾ ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ പങ്കുവെക്കുന്നവർക്ക് 10 ലക്ഷം ദിർഹം വരെ പിഴയും അതോടൊപ്പം തന്നെ തടവ് ശിക്ഷയും ഉൾപ്പെടെ ഇവിടെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾക്ക് താഴെ മോശമായി കമന്റുകൾ ഇടുന്നതിനെതിരെയും കർശനമായ നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും നിയമലംഘനങ്ങളെല്ലാം തന്നെ കണ്ടെത്തുവാനായി 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നുമാണ്. ഇതിനായി ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഇവർ കൃത്യമായി തന്നെ കണ്ടന്റുകൾ നിരീക്ഷിക്കുന്നുണ്ട്. അതിനാൽ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ പരമാവധി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ നിയമക്കുരുക്കുകളായിരിക്കും. ഗൾഫിൽ സ്കൂളുകൾ തുറന്ന സീസൺ ആയതോടെ പ്രവാസികളുടെ നടുവൊടിച്ച് വിമാന ടിക്കറ്റ് നിരക്ക് വർധന 10 ഇരട്ടി വരെ നിരക്കാണ് വ്യോമയാന കമ്പനികൾ കൂട്ടിയിരിക്കുന്നത്. കൊള്ളയടിക്കൽ അവസാനിപ്പിക്കണം എന്നാണ് പ്രവാസികൾക്ക് പറയാനുള്ളത്. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വേനലവധിക്ക് നാട്ടിലെത്തി പ്രവാസികൾ മടങ്ങുന്ന സീസണാണിത്. ഗൾഫിൽ സ്കൂളുകൾ തുറന്ന സമയം. ഇത് മുതലാക്കിയാണ് വിമാന ടിക്കറ്റിന്റെ വലിയ നിരക്ക് വർധന. കോഴിക്കോട് ദുബായ് റൂട്ടിൽ 10,000 രൂപയിൽ താഴെ ലഭിച്ചിരുന്ന ടിക്കറ്റിന് ഇപ്പോൾ 35,000 മുകളിലാണ് മിക്ക ദിവസങ്ങളിലും ചാർജ്. ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലേക്കും 30,000 മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. ഇനി സെപ്റ്റംബർ പകുതിക്ക് ശേഷം ഇത് കുത്തനെ താഴോട്ടും വരും. കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിന് പണത്തിന്റെ പകുതിയിലുപരിയായുള്ള പണം വിമാന കമ്പനികൾക്ക് കൊടുക്കേണ്ട നിലയിലാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. വർഷങ്ങളായിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിമാനയാത്രാ കൂലിയിലെ ഇതുപോലത്തെ ചൂഷണവും കൊള്ളയും പ്രവാസികൾക്ക് നേരെ വരുന്ന ഈ ചൂഷണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കണമെന്നുള്ളത്. ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലേക്കും കുത്തനെ നിരക്ക് കൂട്ടി. സ്കൂളുകൾ തുറന്നതിനാൽ യാത്ര നീട്ടിവെക്കാൻ കഴിയാത്ത സാഹചര്യം. ഇത് മനസ്സിലാക്കി തന്നെയാണ് ഈ കൊള്ള. ചുരുക്കത്തിൽ ഒരു കുടുംബം ഇവിടെ വന്നു പോകണമെങ്കിൽ 1 ലക്ഷം രൂപ വരെ അധികം മുടക്കേണ്ട സ്ഥിതിയാണ്. 24 മലപ്പുറം. കളമശ്ശേരി കാർഷികോത്സവത്തിന് തിരിതെളിഞ്ഞു. ചലച്ചിത്രതാരം പൃഥ്വിരാജ് കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന പരിപാടികൾ ഉൾപ്പെടുന്ന കാർഷികോത്സവം സെപ്റ്റംബർ 2 വരെ നീണ്ടുനിൽക്കും. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ സ്വന്തം മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായാണ് കാർഷികോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. കളമശ്ശേരി ചക്കോളാസ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരം പൃഥ്വിരാജ് കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായ കടമ്പൻ മൂത്താൻ പൃഥ്വിരാജ്, മന്ത്രി പി രാജീവ് എന്നിവർ ചേർന്ന് പ്ലാവിൻ തൈക്ക് പെരിയാറിലെ വെള്ളമൊഴിച്ചാണ് കാർഷികോത്സവത്തിന് തുടക്കം കുറിച്ചത്. കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം ഈ രാജ്യത്തിന്റെയും ഒരുപക്ഷെ ഈ ലോകത്തിന്റെ തന്നെ സാമൂഹികവും സാമ്പത്തികവുമായ ഘടനയുടെ നാഴികക്കല്ല് കർഷകരും കാർഷികവുമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവും സിനിമയും കായികവും ഒക്കെ വാർത്തയും ആഘോഷവുമാണ് ഈ കാലത്ത് കർഷകരെയും കാർഷികത്തെയും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ളൊരു മേള സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കർഷകന് വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതികളാണ് കൃഷിക്കൊപ്പം കളമശ്ശേരിയിലൂടെ നടപ്പാക്കുന്നതെന്ന് പി രാജീവ്. ആവശ്യമായിട്ടുള്ള വിപണി പ്രധാനമായിട്ടും ഉറപ്പു നൽകാൻ കഴിയണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കർഷകന് അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയണം. ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി എല്ലാ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ആരംഭിച്ചത്. കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സ്നേഹവീട് പദ്ധതിയിലെ 2 വീടുകളുടെ താക്കോൽദാനവും പൃഥ്വിരാജ് നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി വർണ്ണശബളമായ ഘോഷയാത്രയും നടന്നു. വൈവിധ്യമാർന്ന പരിപാടികളും കാർഷിക പ്രദർശനവും ഉൾപ്പെടുന്ന കാർഷികോത്സവം സെപ്റ്റംബർ 2 വരെ നീണ്ടുനിൽക്കും. 24 കൊച്ചി. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. 400-ൽ പരം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. മൂന്ന് പതിറ്റാണ്ടോളമായി കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കാറുണ്ട്. ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ വിനായക ചതുർത്ഥി മഹോത്സവവുമായി ബന്ധപ്പെട്ട ചിത്രരചനാ മത്സരമാണ് ഈ നടക്കുന്നത്. ഓഗസ്റ്റ് 22 ഗണേശ പുരാണ പാരായണ യജ്ഞത്തോടുകൂടി തുടങ്ങി
ഓഗസ്റ്റ് 27 വൈകുന്നേരത്തോടെ ഭഗവാന്റെ എഴുന്നള്ളത്തോടുകൂടി ഈ മഹോത്സവം സമാപിക്കും. ഗണപതിയുടെ വേറിട്ട ഭാവങ്ങളായിരുന്നു വിഷയം. പെൻസിൽ വരയിലൂടെ LP വിഭാഗം സ്വന്തം ഭാവനയിലുള്ള ഗണപതിക്ക് രൂപം നൽകിയപ്പോൾ പീഠത്തിലിരിക്കുന്ന ഗണപതിയെ UP വിഭാഗം വരച്ചു. താമരയിലിരിക്കുന്ന ഗണപതിക്ക് ഹൈസ്കൂൾ വിഭാഗം ജലഛായത്തിലൂടെ ജീവൻ പകർന്നപ്പോൾ ഹയർ സെക്കൻഡറി കോളേജ് വിഭാഗം വാദ്യമേളങ്ങളോടുകൂടി നൃത്തം ചെയ്യുന്ന ഗണപതിയെ വരച്ചു. ഓരോ ചിത്രവും ഒന്നിനൊന്നു മെച്ചം. ചാത്തന്നൂർ ലോർഡ് കൃഷ്ണ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥി ദേവനാരായണൻ LP വിഭാഗത്തിലും ചെറുപുഷ്പ സെൻട്രൽ സ്കൂളിലെ അതിഥി ദേവി UP വിഭാഗത്തിലും കൊട്ടാരക്കര ഗവൺമെന്റ് HSSലെ അദ്വൈത് AR HS വിഭാഗത്തിലും പട്ടത്താനം വിമല ഹൃദയ സ്കൂളിലെ അനന്യ സുഭാഷ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലും 1ാം സ്ഥാനം നേടി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ബുധനാഴ്ച വിനായക ചതുർത്ഥി ദിനത്തിൽ വൈകിട്ട് ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. 24 കൊട്ടാരക്കര. കളറായി കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിലെ ഓണാഘോഷം. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ നടന്ന ഓണപരിപാടികൾക്ക് ശേഷം കേന്ദ്ര സർവകലാശാലയിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഓണക്കളികളുമായി ഒത്തുകൂടി. എങ്ങും ആവേശഭരിതമായ ഓണാഘോഷം. ഭാഷാ വ്യത്യാസമില്ലാതെ അവർ ഓരോ പൂക്കളത്തിനു ചുറ്റും ഒത്തുകൂടി പാട്ടുകൾ പാടി. കൂടെ അധ്യാപകരും. മാവേലി നാടു വാണിടും കാലം മാനുജരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം ആപത്തൊട്ടാർക്കും ഒട്ടില്ല താനും. പൂക്കളം ഒരുക്കിയാൽ പിന്നെ ഓണക്കളികൾ, ഉറിയടിയും വടംവലിയും. അതിനൊപ്പം ആവേശം അമരം പിടിച്ചു. ചിലയിടത്തൊക്കെ പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ സെൽഫി എടുക്കാനുള്ള തിരക്കിലാണ്. കുറേ കുട്ടിയൊക്കെ നമ്മുടെയൊക്കെ ഒരുപാട് ക്ലാസ്മേറ്റ്സിനും ഫ്രണ്ട്സിനൊക്കെ സദ്യ പൂക്കളം എന്നൊക്കെ പറയുന്നത് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലാണ്. മാവേലി എത്തിയപ്പോൾ മാവേലിക്കൊപ്പമായി പിന്നീട് സെൽഫി. എല്ലാ സ്റ്റേറ്റിൽ നിന്ന് കുട്ടികളുണ്ട്, അതുകൊണ്ട് പലർക്കും ഇത് പുതിയ അനുഭവമാണ്. നല്ല രസമുണ്ട്. ഇപ്പം രാവിലെ തൊട്ട് ഉച്ചവരെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഓണമായിരുന്നു. എന്നാൽ ചിലർക്ക് കേരളവും ഓണവുമൊക്കെ സദ്യ കഴിക്കാനുള്ള സന്തോഷമാണ്. ഒപ്പം കേരളത്തിലെ സംസ്കാരം ഗംഭീരമെന്ന് കമന്റ്. Here I realized the culture and the people and traditions. Sadhya I had. Sadhya was nice, awesome and people were cooperating. ഡിപ്പാർട്ട്മെന്റുകളുടെ ഓണാഘോഷത്തിന് ശേഷം വൈസ് ചാൻസലർ തന്നെ നേരിട്ട് ഉറിയടിക്കാനെത്തി. അതിന് പിന്നാലെ മെഗാ തിരുവാതിര. ഓണം മലയാളികളുടെ മാത്രം ആഘോഷമാണെന്ന ചിന്ത ഇവിടെ മാറുകയാണ്. കേന്ദ്ര സർവകലാശാലയിലെ ഓരോ വിദ്യാർത്ഥികളും പൊന്നോണത്തപ്പനെ വരവേറ്റു കഴിഞ്ഞു. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ഒരു വാർത്ത വരുന്നുണ്ട്. സ്പൈസ് ജെറ്റിന്റെ വിമാനം യാത്രക്കാരെ അറിയിക്കാതെ റദ്ദാക്കി എന്നൊരു പരാതി ഇപ്പോൾ ഉയരുന്നുണ്ട്. ചെന്നൈ കൊച്ചി വിമാനമാണ് റദ്ദാക്കിയത്. ബോർഡിംഗ് പാസ് നൽകിയ ശേഷം 4 മണിയോടെയാണ് വിമാനം റദ്ദ് ചെയ്ത് അറിയിച്ചത്. 162 യാത്രക്കാരുണ്ടായിരുന്നു. രാവിലെ 5:30 പുറപ്പെടേണ്ട വിമാനമായിരുന്നു. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനമാണ് യാത്രക്കാരെ അറിയിക്കാതെ റദ്ദാക്കിയത്. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ജമ്മു മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 9ആയി. മഴക്കെടുതിയിൽ ജമ്മുവിൽ മാത്രം 13 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ജമ്മുവിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചു. അടുത്ത 40 മണിക്കൂർ കൂടി അതിശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ബസന്തർ, താവി, ചെനാബ് നദികളിൽ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. ദുരന്ത ബാധിത സ്ഥലങ്ങൾ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇന്ന് സന്ദർശിക്കും. വോട്ടുകൊള്ളയ്ക്കും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ പോരാട്ടം ഘടിപ്പിക്കാൻ ഇന്ത്യ സഖ്യം. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് പങ്കെടുക്കും. രാവിലെ 8 മണിക്ക് ദർഭംഗയിൽ നിന്ന് ആരംഭിക്കുന്ന ഇന്നത്തെ യാത്ര സീതാമണ്ഡിയിൽ പൊതുസമ്മേളനത്തോടെ അവസാനിക്കും. വരും ദിവസങ്ങളിൽ സിദ്ധരാമയ്യ, അഖിലേഷ് യാദവ്, ഹേമന്ത് സോറൻ, സുഖ്വിന്ദർ സുഖു തുടങ്ങിയവരും യാത്രയുടെ ഭാഗമാകും.
ഇന്ത്യൻ നാവികസേന സ്വയം പര്യാപ്തമാകുന്നു എന്ന പ്രഖ്യാപനവുമായാണ് INS ഉദയഗിരി, INS ഹിമഗിരി എന്നീ യുദ്ധക്കപ്പലുകൾ ഇന്നലെ കമ്മീഷൻ ചെയ്തത്. 75% ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച കപ്പലുകളുടെ പ്രത്യേകതകൾ പരിശോധിക്കാം. പ്രൊജക്ട് 17Aയുടെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ച INS ഉദയഗിരി, INS ഹിമഗിരി എന്നീ യുദ്ധക്കപ്പലുകൾ വിശാഖപട്ടണത്തിലെ നേവൽ ബേസിൽ കമ്മീഷൻ ചെയ്തതോടെ പുതിയ ചരിത്രമാണ് രചിക്കപ്പെടുന്നത്. മുംബൈയിലും കൊൽക്കത്തയിലുമായി 2 വ്യത്യസ്ത ഷിപ്പ്യാർഡുകളിൽ നിർമ്മിച്ച 2 കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യുന്നത് ഇതാദ്യമായാണ്. സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടും എന്നതിനപ്പുറം ദുരന്ത നിവാരണം ഉൾപ്പെടെയുള്ള അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന തരത്തിലാണ് കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. INS നീൽഗിരിക്ക് ശേഷം പ്രൊജക്ട് 17Aയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട കപ്പലുകളാണ് INS ഉദയഗിരിയും INS ഹിമഗിരിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ സന്നാഹങ്ങളുമായാണ് ഈ കപ്പലുകൾ പുറത്തിറങ്ങുന്നത്. അത്യാധുനിക നിരീക്ഷണ റഡാറുകളും ഇലക്ട്രോണിക് യുദ്ധക്കോപ്പുകളുമുള്ള കപ്പലുകളിൽ സൂപ്പർസോണിക് സർഫസ് ടു സർഫസ് മിസൈലുകളും സർഫസ് ടു എയർ മിസൈലുകളും റാപ്പിഡ് ഫയർ ഗൺ സംവിധാനവുമുണ്ട്. ഡീസലിലും ഗ്യാസിലും പ്രവർത്തിക്കുന്ന 2 പ്രൊപ്പൽഷൻ പ്ലാന്റുകളാണ് കപ്പലിലുള്ളത്. അതുകൊണ്ട് തന്നെ കപ്പലുകളുടെ ഇന്ധനക്ഷമത കൂടുതലായിരിക്കും. ഇതുകൂടാതെ 8 ബ്രഹ്മോസ് മിസൈലുകളും കപ്പലുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കപ്പലുകളുടെ ഭാരം 6700 ടണ്ണാണ്. റിസർച്ച് ഡെസ്ക് 24. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. ചെന്നൈയിൽ നിന്നുള്ള സ്പൈസ് ജെറ്റ് വിമാനം യാത്രക്കാരെ അറിയിക്കാതെ റദ്ദാക്കിയെന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ബോർഡിംഗ് പാസ് നൽകിയതിനു ശേഷമാണ് ചെന്നൈ കൊച്ചി വിമാനം റദ്ദാക്കിയത്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, ഇത് എന്താണ് സംഭവിച്ചത്? സാധാരണ ബോർഡിംഗ് പാസ് നൽകുന്നതിനൊക്കെ മുൻപേ തന്നെ അറിയിക്കേണ്ടതാണ്. ഇതിപ്പോൾ യാത്രക്കാർ വല്ലാതെ വലയുന്നു. എന്താണ് ഇതിന് കാരണം? വിശദീകരണം എത്തുന്നുണ്ടോ? സ്പൈസ് ജെറ്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള വിശദീകരണവും ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള അപ്ഡേറ്റുകളും അവർ നൽകിയിട്ടുമില്ല. നേരത്തെ ഈ ചെന്നൈയിൽ നിന്നുള്ള സ്പൈസ് ജെറ്റിന്റെ സർവീസുകളൊക്കെയുമായി ബന്ധപ്പെട്ട് പലതവണ ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉയരുന്നതാണ്. പ്രത്യേകിച്ച് സ്പൈസ് ജെറ്റിന്റെ ചെന്നൈയിൽ നിന്നുള്ള സർവീസുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ അതിനെ കൃത്യമായി അസിസ്റ്റ് ചെയ്യാനുള്ള ആളുകൾ പോലും ഉണ്ടാകില്ല, ഉദ്യോഗസ്ഥർ ഉണ്ടാകില്ല, ജീവനക്കാരുണ്ടാകില്ല എന്നുള്ള ആക്ഷേപവും ഒക്കെയും നേരത്തെ തന്നെ ഉള്ളതാണ്. നിലവിൽ ഇന്ന് രാവിലെ 5:30 ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ് റദ്ദു ചെയ്തിരിക്കുന്നത്. 162 യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ കുട്ടികളടക്കമുള്ള യാത്രക്കാർ ഈ വിമാനത്തിൽ കയറാനായി ബോർഡിംഗ് പാസ് ഉൾപ്പെടെ എടുത്തതിനു ശേഷമാണ് വിമാനം റദ്ദു ചെയ്തതായി അറിയിച്ചിരിക്കുന്നത്. യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അങ്ങോട്ട് പുറപ്പെടേണ്ട വിമാനം എത്തിയിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ 4 മണിയോടുകൂടി വിമാനം ക്യാൻസൽ ചെയ്യുന്നു. ശേഷം ഈ യാത്രക്കാർ അവിടെ പ്രതിഷേധിച്ചതിനെ തുടർന്ന് റീഫണ്ട് നൽകും എന്നുള്ള കാര്യം ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മറിച്ച് മറ്റൊരു വിമാനത്തിൽ ഇവരെ കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള യാതൊരു തരത്തിലുള്ള അറേഞ്ച്മെന്റുകളും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് സ്പൈസ് ജെറ്റിന് ചെന്നൈ കൊച്ചി സർവീസുകൾ വളരെയധികം കുറവാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഏതാണ്ട് 162 യാത്രക്കാർ ഇപ്പോൾ ഈ എയർപോർട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. പലർക്കും പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തായാലും ഇന്ന് വിമാനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഇവരെ അറിയിച്ചിട്ടുണ്ട്. റീഫണ്ട് നൽകാമെന്നാണ് നിലവിൽ പറയുന്നത്. പക്ഷെ അടിക്കടിയായി ഇത്തരത്തിൽ സ്പൈസ് ജെറ്റ് സർവീസുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ചെന്നൈയിൽ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അതിലൊക്കെയും ഒരു വലിയ പരിധി വരെ സത്യവുമുണ്ട്. എന്തായാലും സ്പൈസ് ജെറ്റിന്റെ ഔദ്യോഗിക വിശദീകരണം കൂടി ഇക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. സ്മിത. മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ഇൻഡോർ മെട്രോ പദ്ധതി ഉജ്ജയിനിലേക്കും പിതാംപൂരിലേക്കും നീട്ടാൻ തീരുമാനിച്ച് മധ്യപ്രദേശ് സർക്കാർ. പദ്ധതിയുടെ വിശദമായ DPR തയ്യാറാക്കുന്നതിനുള്ള തുക മന്ത്രിസഭ അംഗീകരിച്ചു. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആകും നിർമ്മാണം. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ മിഷൻ റോജ്ഗർ തുടരുന്നു. പദ്ധതിയുടെ ഭാഗമായി 2425 വനിതാ സൂപ്പർവൈസർമാർക്കും 13 ഫാർമസിസ്റ്റുകൾക്കും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമന കത്തുകൾ കൈമാറും. ലോക് ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രത്യേക പരിപാടിയിലായിരിക്കും നിയമന കത്തുകൾ കൈമാറുക. 2 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങി. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഗവർണർ ആചാര്യ ദേവവ്രതും മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും യാത്രയയപ്പ് നൽകി.
ജമ്മു കശ്മീരിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും അമിത്ഷായെ അറിയിച്ചു. ഇന്റർനെറ്റ് സംവിധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഒമർ അബ്ദുള്ള. ഹിമാചൽ പ്രദേശിൽ മഴ ശക്തമാകുന്നു. കുളു ജില്ലയിൽ കനത്ത നാശനഷ്ടം. ബിയാസ് നദി കര കവിഞ്ഞൊഴുകിയതോടെ ചണ്ഡീഗഡ് മണാലി ദേശീയപാത തകർന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം പള്ളിത്തുറയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. പള്ളിത്തുറ സ്വദേശി സേവ്യറിനാണ് പരിക്കേറ്റത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, എന്താണ് സംഭവിച്ചത്? പറയൂ. സ്മിത, രാവിലെ 5:30യോടെയായിരുന്നു അപകടം. ഈ മത്സ്യബന്ധനത്തിന്, അതായത് തുമ്പയ്ക്കടുത്തുള്ള മേഖലയാണ്, തീരദേശ മേഖലയാണ്. അവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോവുകയായിരുന്നു. അതായത് പള്ളിത്തുറയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോവുകയായിരുന്നു ഈ വള്ളം. ആ വള്ളം അപകടത്തിൽപ്പെടുകയായിരുന്നു. വള്ളം അപകടത്തിൽപ്പെട്ട കടലിൽ മറിയുകയായിരുന്നു. അങ്ങനെയാണ് ഈ മത്സ്യബന്ധന ബോട്ടിലുണ്ടായിരുന്നത്, ഈ വള്ളത്തിലുണ്ടായിരുന്ന പള്ളിത്തുറ സ്വദേശി സേവ്യറിന് പരിക്കേറ്റത്. സേവ്യറിന് കാലിൽ ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് 108 ആംബുലൻസ് വിളിച്ച് സേവ്യറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സേവ്യർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ലഭിക്കാനുള്ള വിവരം, ഈ വള്ളത്തിൽ സേവ്യറിനെ കൂടാതെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും മറ്റ് ആളപായമില്ല. പരിക്കേറ്റ സേവ്യറിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എത്ര പേർ വള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമല്ല. അടുത്ത മണിക്കൂറുകളിലായിരിക്കും അത് നമുക്ക് അറിയാൻ കഴിയുക. ഇതാ അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാവുകയാണ്.